നമുക്കിന്ന് മഹാരാഷ്ട്ര സ്റ്റൈലിലുള്ളൊരു അവൽ ഉപ്മാ റെസിപ്പി നോക്കാം. ഇവിടെ ഇതിന് പൊഹ എന്നാണ് പറയുന്നത് കേട്ടോ. ഇതാണ് അവൽ. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഉള്ളി, നമ്മുടെ മല്ലിച്ചപ്പ്, കരിയാപ്പില, പച്ചമുളക്, നാരങ്ങ. എരി കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കൂടുതലിട്ടോ കേട്ടോ. ഇനി നമുക്ക് ഈ അവൽ നന്നായിട്ട് ഒറ്റ പ്രാവശ്യം കഴുകിയെടുക്കാം. കുറേ പ്രാവശ്യം കഴുകിയാൽ അവൽ ഉപ്മാവിന് പകരം ചിലപ്പോൾ നമുക്ക് അവൽ പായസം കഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തുണ്ട്. നമുക്കിത് ഉള്ളിയൊക്കെ നല്ല ചെത്തി ക്ലീനാക്കി കഴുകിയെടുക്കാം കേട്ടോ. നല്ലോണം വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കാം. ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇപ്പം നമ്മളിവിടെ അവലുപ്പുമാവിനുള്ള, അതായത് മറാഠിയിൽ പൊഹ എന്ന് പറയും, പൊഹയ്ക്കുള്ള സാധനങ്ങൾക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ചത് ആക്കിയെടുക്കാം. ഇപ്പം നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ട് നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് നിലക്കടല ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, സവോള, ഇപ്പോൾ ഇതാ വഴന്ന് വന്ന അത്യാവശ്യം നല്ല വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, നന്നായി ഇളക്കാം. നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അവൽ ഇതിനകത്തോട്ട് ഇട്ട് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞിരിക്കാം. കുറച്ച് മതി കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നടുവിലേക്ക് നമ്മുടെ മല്ലിയിലയിട്ട് ഒരു 2 സെക്കൻഡ്, 2 മിനിറ്റ് വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ഇളക്കിയെടുത്ത് അപ്പം തന്നെ നമുക്ക് കഴിക്കാം. ഒത്തിരി നേരം അടച്ചു വെച്ചിട്ട് ഡ്രൈ ആയിപ്പോവും. ഇതാ ആ മല്ലിയില ജസ്റ്റ് ഒന്ന് വാടേണ്ട ആവശ്യമില്ല. മല്ലിയില ജസ്റ്റ് നമുക്ക് ചൂടോടെ ഇട്ട് കഴിക്കാം കേട്ടോ. ഇത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഇവിടെയുള്ളവരൊക്കെ ആണെങ്കിൽ സവോള അരി കൂടി കഴിക്കും. ഞങ്ങൾ സവോളയും അച്ചാറും ഒക്കെ കൂടി കഴിക്കാറുണ്ട്. അപ്പോൾ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ വിഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.